എൻ്റെ മലയാളത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അല്ല, അമ്മയടുത്ത് പറയും, അമ്മ അതാ ഇതാണ് പെണ്ണ്. ഇമ്മസിനോട്ട് ഞാൻ ഭയങ്കര ബോൾഡായി. നല്ല പോയി ഏതെങ്കിലും ഒരു അവാർഡ് കിട്ടിക്കഴിയുമ്പോൾ കുഞ്ഞുമോളെ എൻ്റെ പേരെന്ന് എനിക്ക് ആഗ്രഹം. ഇങ്ങനെ വരും. അപ്പോൾ അത് നമ്മുടെ എവിടെ ഒരു ഇരട്ടത്താപ്പ്. ഒരിക്കലും ചേർന്ന് പോകാൻ പറ്റില്ല എന്ന് തീരുമാനിച്ച രണ്ടുപേർ അവർക്ക് വഴിതിരിയണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ സഹായം ചെയ്തു കൊടുക്കണം. ജോ അച്യുതാനന്ദ ജോ ജോ മുകുന്ദ. എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. 2025 ഏറ്റവും അധികം നമ്മെ സ്വാധീനിച്ച ആർട്ടിസ്റ്റ്, മോസ്റ്റ് പോപ്പുലർ ഡ്യുവോ, സ്ക്രീനിലും സോഷ്യൽ മീഡിയയിലും ഒരുപോലെ ജനപ്രീതി നേടിയവർ, അഡ്വക്കേറ്റ് ഡോക്ടർ ക്രിസ് വേണുഗോപാൽ, ഒപ്പം ദിവ്യ ശ്രീധർ. അവർക്കൊപ്പം കുറച്ച് നിമിഷങ്ങൾ. സ്വാഗതം. നമസ്കാരം. നമസ്കാരം. തെലുങ്ക് ഫിലിമിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഈ നമ്മൾ ദൂരദർശനിൽ നിന്ന് തുടങ്ങി വോയിസ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അല്ല, അവിടെയും തെലുങ്ക് കണക്ഷനാണ് ഞാൻ പറഞ്ഞ റാവു സാർ. റാവു സാർ ഇസ് ഫ്രം ആന്ധ്ര. അന്ന് ആന്ധ്രയായിരുന്നു, ഇന്ന് തെലങ്കാനയും ആന്ധ്രാപ്രദേശായി മാറി. അന്ന് ആന്ധ്രാപ്രദേശായിരുന്നു. അപ്പോൾ തിരുവനന്തപുരം ദൂരദർശനിൽ വെച്ചിട്ടല്ലേ റാവു സാറിനെ കാണുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് എത്തി. അത് പ്രോബബ്ലി ചേച്ചിയൊക്കെ കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്ന സമയം. അപ്പോൾ പല കൃതികളും തെലുങ്കിലും കന്നഡയിലും. ഇപ്പൊ നമ്മൾ രാര വേണുഗോപാല എന്ന് പറയും, രാര വേണുഗോപാല രാര എന്നുള്ള ആ വരാൻ പറയുന്ന കൃഷ്ണനോട് പൊതുവെ ത്രിമൂർത്തികള് ഈ പറഞ്ഞ പോലെ നമ്മുടെ വാഗ്ഗേയകാരന്മാരുടെ ഒക്കെ കൃതികള് മോസ്റ്റ്ലി ത്യാഗരാജസ്വാമികളായാലും മുത്തുസ്വാമി ദീക്ഷിതരായാലും ശാസ്ത്രികളായാലും ഒക്കെ കൂടുതലും തെലുങ്കിലായിരുന്നു. അപ്പൊ ഈ കൃതികളുടെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഇപ്പൊ let's say ജോ അച്യുതാനന്ദ ജോ ജോ മുകുന്ദ കുറച്ച് പേരുകളുണ്ട്, പക്ഷെ എന്തോ അതിനകത്തൊരു പാട്ട് പാടിക്കോളൂ, പാട്ടും പാടാറുണ്ടല്ലോ. അപ്പോൾ അതില് ആ അർത്ഥം അറിയണം എന്നൊരാഗ്രഹം. അപ്പൊ ആ തെലുഗു എന്ന് പറഞ്ഞ നല്ല ഭാഷയാണ്, കൂടുതൽ സംസ്കൃത പദങ്ങൾ വരുന്ന ഒരു ഭാഷയാണ്, നല്ലൊരു ഭാഷയാണ്. അപ്പോൾ ആ ഭാഷയിൽ എനിക്ക് ചാൻസ് വരുന്നു എന്ന് പറഞ്ഞത് ആദ്യം രാമബാണം എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അപ്പോൾ അത് എൻ്റെ ഏത് വർഷമായിരുന്നു രാമബാണം? 2-3 വർഷമായിരുന്നു. അപ്പോൾ ആ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തെലുഗു ഇത് വന്നപ്പം എനിക്കങ്ങനെ ഫ്ലുവൻ്റ് അല്ല തെലുഗു. ഇപ്പോഴും ഞാൻ ഫ്ലുവൻ്റ് ഒന്നുമല്ല, എനിക്ക് മനസ്സിലാവും. എനിക്ക് തിരിച്ച് അവരുടെ അടുത്ത് ഹിന്ദിയിൽ സംസാരിക്കാൻ അറിയാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാം, അതൊന്നും പ്രശ്നമില്ല. ഡയലോഗ് തന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ലാംഗ്വേജിൽ ആക്സെൻ്റ് ഇഷ്യൂ ഒന്നും വരത്തില്ല. സോ അങ്ങനെ രാമബാണം ചെയ്തു. രാമബാണം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഓതുല 2 ചെയ്തു. ഓതുല 2, അഖണ്ഡ 2 ചെയ്തു. അഖണ്ഡ 2 ഇപ്പോൾ റിലീസായി വളരെ നല്ല രീതിയിൽ. ഇപ്പോൾ ഫസ്റ്റ് വീക്കിൽ തന്നെ 83 കോടിയൊക്കെ സമ്പാദിച്ചു കഴിഞ്ഞു ആ സിനിമ. അപ്പോൾ ഇറ്റ്സ് ഡൂയിങ് വെൽ. പിന്നെ അവിടെ ഒരു ആർട്ടിസ്റ്റിൻ്റെ എത്രത്തോളം ആദരവാണ് കിട്ടുന്നത് എന്നുള്ളത്. നമ്മുടെ എമംഗ്സ്റ്റ് അസ് ഇവിടെ ഒരു ആർട്ടിസ്റ്റ് വേറൊരു ആർട്ടിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ grade 1 ആർട്ടിസ്റ്റ്, നീ grade 3 ആർട്ടിസ്റ്റ് എന്നുള്ള അങ്ങനത്തെ ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ട്. അവിടെ അങ്ങനെയല്ല. അവിടെ എല്ലാവരെയും ആർട്ടിസ്റ്റ് ആണെങ്കിൽ അവിടെ ആ റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ആദി പെൻസെറ്റീൻ്റെ കൂടെ വർക്ക് ചെയ്തു, അല്ലെങ്കിൽ നന്ദമുരി ബാലകൃഷ്ണയുടെ കൂടെ വർക്ക് ചെയ്തു, അയ്യപ്പ ശർമ്മയുടെ കൂടെ വർക്ക് ചെയ്തു. അപ്പോൾ അവരുടെ അല്ലെങ്കിൽ ഗോപിചന്ദ്രൻ്റെ കൂടെ വർക്ക് ചെയ്തു. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആർട്ടിസ്റ്റ് ഹാസ് എ വാല്യൂ. അവിടെ ഞാൻ ഏത് ക്യാരക്ടർ ചെയ്യുകയാണെങ്കിലും എൻ്റെ ക്യാരമലിൽ കൃഷ്ണൻ ഗാരു എന്ന് എഴുതിയിരിക്കുന്നതും അവരുടെ ഡയറക്ടർ തൊട്ട് ടെക്നീഷ്യൻസ് വരെ തരുന്ന റെസ്പെക്റ്റുമാണ് എനിക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ സ്വന്തം വണ്ടി ഓടിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചീത്ത വിളിക്കുന്ന ആൾക്കാരാണ് നമ്മളുടെ ഇടയിൽ കാണുക, ടെക്നീഷ്യൻസ് ആണെങ്കിലും. അപ്പോൾ അവിടെ ആ റെസ്പെക്റ്റും പിന്നെ ദ കൈൻഡ് ഓഫ് മേ ബി അവർ ഫാൻറ്റസി ആയിരിക്കാം കൂടുതൽ ബിലീവ് ചെയ്യാൻ. ഇപ്പോൾ ആൾക്കാർ അല്ല, എല്ലാം ഫാൻറ്റസിയാണ്. അതായത് സൂപ്പർ ഹീറോ ആണ് മോസ്റ്റ്ലി, എല്ലാ ഹീറോയും സൂപ്പർ ഹീറോ ആണ്. അവർ ട്രെയിനൊക്കെ കൈകൊണ്ട് പിടിച്ചു നിർത്തുകയൊക്കെ ചെയ്യും. അപ്പം നമുക്ക് അതെല്ലാം വളരെ കോമഡി ആണ്, അല്ലെങ്കിൽ അയ്യോ ഷെഡാമോ സഹിക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ മിന്നൽ മുരളി ഇതൊക്കെ തന്നെയാണ് ചെയ്തത്. അത് സൂപ്പർ ഹീറോ ആണ്. അപ്പം മിന്നൽ മുരളി ചെയ്യുമ്പോൾ കുഴപ്പമില്ല, കാരണം മിന്നൽ മുരളി മലയാളം സംസാരിക്കുന്നു. പക്ഷെ അത് തെലുങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് അയ്യോ എൻ്റെ അമ്മേ ഇങ്ങനെയൊക്കെ. അപ്പോൾ അത് നമ്മുടെ എവിടെയും ഒരു ഇരട്ടത്താപ്പല്ലേ. ഫാൻറ്റസി കാണുമ്പോൾ ഫാൻറ്റസി കാണുക. ഇപ്പോൾ സത്യജിത്രയെ എടുത്തിട്ടുള്ള ഗോപികായൻ ബാഗാബായൻ ഞാൻ ദൂരദർശനിൽ കണ്ട സിനിമയാണ്. അപ്പോൾ അദ്ദേഹം എടുത്തിട്ടുള്ള ആകെയുള്ളൊരു കോമഡി സിനിമ അത് മാത്രമാണ്. അപ്പോൾ ഗോപികായൻ ബാഗാബായനിൽ ഗോപിക്കും ബാഗയ്ക്കും പാട്ട് പാടാനോ കൊട്ടാനോ ഒന്നും അറിയില്ല. ഇവർ രാത്രി ഒരു മരത്തിൻ്റെ താഴെ ചെന്നിരുന്ന് ഇവർ കൊട്ടുകയും പാടുകയും ചെയ്തിട്ട് അവിടുത്തെ ഭൂതങ്ങൾ ഇത് കേട്ടിട്ട് സഹിക്കാൻ വയ്യാതെ ഇവർക്ക് വരം കൊടുക്കും നന്നായിട്ട് പാടാനും കൊട്ടാനും ഉള്ള. അപ്പോൾ ഭൂതങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഫാൻറ്റസിയാണ്. അപ്പോൾ സിനിമയിൽ നമുക്ക് ലൈഫിൽ കാണാൻ പറ്റാത്ത കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ സിനിമയ്ക്ക് പോകും. അവിടെ നമ്മൾ ഈ അഷ്ടദാരിദ്ര്യവും
ബാങ്കിൽ ലോൺ അടയ്ക്കാൻ പറ്റാത്തതും അതിന് ഫോൺ വിളിച്ച് ആത്മഹത്യ ശ്രമം ഇങ്ങനത്തെ ഒന്നും അല്ല നമ്മൾ സിനിമയിൽ കാണാനാണ്. സിനിമയിൽ കുറച്ച് ഫാൻറ്റസി, ഒരാൾ ചവിട്ടുമ്പോൾ 10-15 അടി ദൂരെ പോയി നിൽക്കുക, ട്രെയിൻ വിരൽ കൊണ്ട് നിർത്തുക, രസമല്ലേ? ജസ്റ്റ് വാച്ച് ഇറ്റ് ആസ് എ മൂവി. അതിന് വലിയ ലോജിക്കൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ എനിക്ക് തെലുങ്കിൽ അവരുടെ ടെക്നീഷ്യൻസിൻ്റെ വർക്ക് ആയാലും അവിടുത്തെ ടെക്നിക്കൽ ക്വാളിറ്റി ആയാലും അതെല്ലാം ഗംഭീരമാണ്. നമുക്ക് ഒരിക്കലും ഇവിടെ എത്തത്തില്ല. ജർമ്മനിയിൽ നിന്നുള്ള എക്വിപ്മെൻ്റ് ഒക്കെയാണ് അവിടെ ഷൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ലൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ആ സീൻ ഫുൾ ലൈറ്റപ്പാണ് ചെയ്യുന്നത്. നമുക്ക് ഉള്ളതുപോലെ ഇവിടെ 2 ലൈറ്റ് കൊണ്ട് എങ്ങനെ നമുക്കൊരു ചെറിയൊരു വിടവ് കിട്ടും അതിനകത്ത് ഷൂട്ട് ചെയ്യാം, അങ്ങനെയൊന്നുമല്ല. ദേ സ്പെൻഡ് ടു ഗെറ്റ് എ ഗുഡ് ക്വാളിറ്റി. അപ്പോൾ അത് ഞാൻ കണ്ട് പഠിക്കാൻ തന്നെയാണ് പോകുന്നത്. ബിക്കോസ് എനിക്ക് ഈ പ്രോബ്ലംസിലെ ഷൂട്ടോ അല്ലെങ്കിൽ ഈ 3 ക്യാം ഷൂട്ടൊന്നും ഞാനിവിടെ കണ്ടിട്ടില്ല. ഒരു കാര്യം, ആക്സെന്റ് പ്രശ്നമില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മലയാളത്തിലും തമിഴിലും ഒക്കെ ക്രിസ് തന്നെയാണ്. ഞാൻ തമിഴിലാണ്. എൻ്റെ മലയാളത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അല്ല, ഞാൻ ചോദിക്കാൻ വന്നത് തെലുങ്കിലും സ്വന്തം ഡബിങ് ഇല്ല. എനിക്ക് ആഗ്രഹമുണ്ട്. പ്രോബ്ലി ഇൻ ദി കമ്മിങ് മൂവീസ് അല്ല, ആക്സെന്റിന് പ്രശ്നമില്ല. എനിക്ക് ഹിന്ദിയോ തെലുങ്കോ കന്നഡമോ മലയാളമോ തമിഴോ എനിക്ക് പ്രശ്നമില്ല. ബാക്കി ഇനിയിപ്പോൾ അറബിക് ആയാലും മാനേജ് ചെയ്യാം, സ്പാനിഷ് ആണെങ്കിലും കുഴപ്പമില്ല, ഇംഗ്ലീഷ് എന്തായാലും ചെയ്യാം. ദിവ്യയുടെ ഒരു ചോദ്യം, സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ 2025 ഏറ്റവും അധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ട കപ്പിൾ ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, ക്രിസ് ആൻഡ് ദിവ്യ. അതിനെ എങ്ങനെ കാണുന്നു? പോസിറ്റീവായിട്ടാണോ കാണുന്നത്? എങ്ങനെയാണ് ദിവ്യയുടെ ഒരു തരത്തിൽ പറഞ്ഞാൽ അത് നല്ല കാര്യമായിട്ട് തന്നെയാണ് തോന്നിയത്. മീൻസ് തോന്നുന്നതും എന്താണ്, ആദ്യമൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു കഴിഞ്ഞ മാസം വരെ നല്ല ടെൻഷനായിരുന്നു. പക്ഷെ എന്തോ ഈ മാസം തൊട്ട് ഞാൻ ഭയങ്കര നല്ല ബോൾഡാണ്. വിമർശനങ്ങൾ നമ്മളെ പാകപ്പെടുത്തും. പിന്നെ ഞാൻ വിചാരിച്ചിട്ട് നമ്മൾ ഏട്ടൻ എപ്പോഴും പറയും നമ്മൾ തിരിച്ച് പറയാതിരിക്കുക. അവര് പറഞ്ഞ് അവര് മടുക്കുമ്പോൾ അവരങ്ങ് പോട്ടെ എന്ന്. പക്ഷെ ചില സമയത്തൊക്കെ ഞാനും എന്തിനാ അവർ വെറുതെ പറഞ്ഞിട്ട് പോകുന്നത്, ഞാൻ എന്ത് തിരിച്ച് പറഞ്ഞു കൊടുത്താൽ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു കൊടുക്കും. കൊടുത്ത ഏട്ടൻ പറഞ്ഞാൽ കറക്റ്റാ, അതിനും പാറ ചറ ഇങ്ങനെ വരും. അപ്പം ഞാൻ ഇതിന് വീണ്ടും കൊടുക്കും, പിന്നെയും വരും. പിന്നെ എനിക്ക് തോന്നി ഇതിപ്പം ഇവിടെയാണ് ശരി. അപ്പം ഞാൻ ഇപ്പം ഒന്നും കൊടുക്കാറില്ല. ഇപ്പം ചിലപ്പോൾ ഞാൻ നല്ലത് കണ്ട അങ്ങ് ജസ്റ്റ് ഒന്ന് വായിച്ച് അപ്പോൾ താഴോട്ട് പോവില്ല. പിന്നെ മോശം കണ്ടപ്പോഴേ ടെൻഷൻ ആവില്ലേ. അപ്പം നല്ലത് കണ്ട അവിടെ വെക്കും. ഓക്കെ, സമാധാനം, കുറച്ച് പേരുണ്ടല്ലോ. പക്ഷെ നല്ലതായിട്ട്, കാരണം ഇത്രയും ജനങ്ങളുടെ ഇടയിലേക്ക്, ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നമുക്കൊരു സ്ഥാനം നേടാൻ വേണ്ടി പറ്റി. പിന്നെ ഈ ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് മാത്രമല്ലേ പ്രശ്നമുള്ളൂ, അത് കുഴപ്പമില്ല. പോട്ടെ. അത് ആന്റി സോഷ്യൽ മീഡിയ, സോഷ്യൽ മീഡിയയിലുള്ള ആന്റി സോഷ്യൽ മീഡിയ. പിന്നെ ചില ആന്റി സോഷ്യൽ മീഡിയകളുണ്ട്. അതായത് ഈ ആന്റിമാർക്ക് വലിയ പ്രശ്നമാണ് ഞങ്ങളെ കാണുമ്പോൾ. അപ്പൊ ആ ആന്റി സോഷ്യൽ മീഡിയ ഉണ്ട്. പിന്നെ ചില ആന്റിമാരെ കണ്ടിട്ട് ചില അങ്കിൾ സോഷ്യൽ മീഡിയ ഉണ്ട്, അവർക്കും പ്രശ്നം. ഇതെല്ലാത്തിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഞാൻ ചോറ്റാനിക്കര അമ്പലത്തിലുണ്ടായിരുന്നപ്പോൾ ഒരു ലേഡി വന്നിട്ട് പറഞ്ഞു, എൻ്റെ ലൈഫും കുഞ്ഞുമോളുടെ ലൈഫ് പോലെ ആയിരുന്നു. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ ഇൻ്റർവ്യൂസ് കണ്ടിട്ട് എൻ്റെ മക്കൾ എന്നെ കല്യാണം കഴിപ്പിച്ചു. ഞാനിന്ന് ഹാപ്പിയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ആൽബം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഴിമല ആ പ്രൊമൈസസിൽ വന്നപ്പോൾ ഒരു ഫോട്ടോ എടുത്തോട്ടെ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്. എന്നിട്ട് അവർ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ കല്യാണം കഴിച്ചത്, ഇതെൻ്റെ ഭർത്താവാണ്. ഇതിനേക്കാളും കൂടുതലായിട്ട് ഞങ്ങൾക്കൊന്നും ആവശ്യമില്ല. ഇത് ഈ കമൻ്റ് അടിക്കുന്ന ആൾക്കാർ ഈ ഫേക്ക് ID വെച്ചിട്ട് ഒരു ഫോളോവർ പോലും ഒരു പോസ്റ്റ് പോലും ഇല്ലാത്ത ഈ മറ്റേ റെസ്പെക്റ്റ്ഫുള്ളി ഈ കമൻ്റ് തൊഴിലാളികൾ, അവർ ഈ തൊഴിലായിട്ട് ചെയ്യുന്ന ഈ പണി അവർ ചെയ്തോട്ടെ, കുഴപ്പമില്ല. പക്ഷേ 2 പേരുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ പ്രോബബ്ലി ഏറ്റവും വലിയ ആഗ്രഹം, ഒരു സോഷ്യൽ റിഫോമർ എന്നുള്ള ഒരാൾ ആഗ്രഹിക്കുന്നത് ഒരാളിലാണ് മാറ്റം. ഞാൻ 2 ആളിൽ മാറ്റം കണ്ടു. ഞങ്ങൾ അറിയാതെ നിരവധി പേരിൽ അത് ഉണ്ടായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നല്ലതാണ്. അത് 100% ക്രിസ് പറഞ്ഞത് ശരിയാണ്. ധൈര്യമില്ലാത്തവർക്ക് മുന്നിലേക്ക് വരാൻ, നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കൊപ്പം ഒരു ജീവിതം തിരഞ്ഞെടുക്കുന്നതിൽ എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. ഇഷ്ടപ്പെട്ടെന്നുള്ളതിനേക്കാളും ഒരു മാതൃകയായി എന്നുള്ളത് അല്ല, ഇഷ്ടപ്പെട്ടെന്നുള്ളതിനേക്കാളും ഒരു ലീഗൽ സ്റ്റാൻഡിങ് വേണം. തീർച്ചയായും. കുഞ്ഞുമോള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ മാരേജ് അത് രജിസ്റ്റേർഡ് ആയിട്ട് ഒരു കല്യാണമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരുന്നേനെ എന്നൊരു തോട്ട് പോലും വരാം. ലീഗലൈസ് ചെയ്ത്, എനിക്ക് എൻ്റെ പ്രായം 50 വയസ്സ്, ഞാൻ കല്യാണം കഴിക്കും, എനിക്ക് 49 വയസ്സായി. 49ാമത്തെ വയസ്സിൽ
എനിക്ക് ലൈഫിൽ ഒരു റീസൺ വേണം. കുഞ്ഞുമോക്ക് ആ 39ാമത്തെ വയസ്സിൽ ഒരു റീസൺ വേണം എന്ന് ചിന്തിച്ച് ഞങ്ങളുടെ മക്കളുടെ പെർമിഷൻ എടുത്ത് ഞങ്ങൾ ലീഗലി കല്യാണം കഴിച്ചതിന് ആർക്ക് എന്ത് പറയാനാണെങ്കിലും അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുള്ളൂ. ബിക്കോസ് ഇറ്റ് വാസ് ആർ ഡിസിഷൻ, ഞങ്ങളുടെ ഫാമിലിയുടെ ഡിസിഷൻ. ഇന്ന് ഞാനും എൻ്റെ മക്കളും എൻ്റെ കുഞ്ഞുമോളായിട്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ഈ ആൻറ്റി സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ മീഡിയയോ ഞങ്ങളൊന്നും ചെയ്യില്ല. ചില ആൻറ്റിമാരൊക്കെ ഇപ്പോൾ അയ്യോ ക്രിസ്റ്റിൻ്റെ ജീവിതം ഇവരെവിടെയായിരുന്നു, ഞാൻ എൻ്റെ ലൈഫിൽ ഒറ്റപ്പെട്ടിരുന്നപ്പോൾ ഇവരെവിടെ. ദിവ്യ മീൻസ് ഞാൻ ഈ പൊട്ടത്തരങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമല്ലോ, അത് എനിക്കത് മാറ്റാനൊന്നും പറ്റില്ല. ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മൾക്കാർക്കും പ്രശ്നമില്ല. പുറത്ത് കാണുന്നവർക്ക് ക്രിസ്റ്റിനോട് ഭയങ്കര ദയനീയതയോ ഇവളെ പോലെ തോന്നിയ കല്യാണം. ഇവരെവിടെയായിരുന്നു? ക്രിസ് നല്ലൊരു വ്യക്തിയായിരുന്നു, കൂട്ടി നടക്കാൻ കുറച്ച് നാണമില്ലേ. മീൻസ് ഞാൻ ഇങ്ങനെ കളിക്കുന്നത് കൊണ്ട് അവർക്കാണ് ഇപ്പോൾ വിഷമം, കൂട്ടി നടക്കുന്നവർക്ക് വിഷമമില്ല. എനിക്ക് സന്തോഷമുണ്ട് എന്നുള്ളത് അറിയുമ്പോഴെങ്കിലും ഈ ആൻറ്റി സോഷ്യൽ മീഡിയ നിർത്തും എന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇല്ല, ആൻറ്റിമാർ അങ്ങനെ തന്നെ. മോഡലിംഗ് ചെയ്യുമായിരുന്നല്ലോ. അതെ, ക്രിസ് ഒരു മോഡലാണ്. അതെ, ഇപ്പൊ ഒരു റോൾ മോഡൽ കൂടി ആയിരിക്കുകയാണ്. ആദ്യം മോഡലിംഗ് തുടങ്ങിയത് എനിക്ക് വസ്ത്രങ്ങളോടുള്ള അത്ഭുതം. കാരണം എവിടെയോ പഠിക്കുന്ന സമയത്ത് വായിച്ചു, ആദ്യം ആഭരണങ്ങളാണ് ഉണ്ടായത്. അന്ന് ആഭരണങ്ങളോട് കമ്പം ഉണ്ടായിരുന്നു. അല്ല, ആഭരണങ്ങളാണ് ആദ്യം ഉണ്ടായത്, അതിനുശേഷമാണ് വസ്ത്രം ഉണ്ടായത്. വസ്ത്രം മനുഷ്യന്റെ ഒരു എൻവയൺമെന്റിന് രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ UAE ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ ഈ കഴുത്തുനിന്ന് ഒരു നൂല് പോലെ ഒരു കെട്ട്, അത് പെർഫ്യൂം തുണിയിൽ കറയാക്കുന്നത് കൊണ്ട് അതിൽ പെർഫ്യൂം ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു നൂലാണ്. അപ്പോൾ ഫങ്ഷണൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ട് കന്തൂറ എന്ന് പറയുന്നത് ഫുൾ ദേഹം മുഴുവനും കവർ ചെയ്ത്, അപ്പോൾ മണൽക്കാറ്റ് അടിച്ചു കഴിയുമ്പോൾ പാൻറ്റിൻ്റെ ഇടയിലാണെങ്കിൽ മണ്ണ് പോയിട്ട് മുറിഞ്ഞ് സ്കിന്നിന് പ്രശ്നം വരും. അത് വരാതിരിക്കാനുള്ളൊരു ഫങ്ഷണൽ ഡ്രസ്സാണ്. കേരളത്തിലെ ഒറ്റ മുണ്ടുടുത്ത് ഒരു ഒറ്റ തോർത്ത് വിട്ടൊന്ന് റോഡ് നടന്നു നോക്കി, സുഖം തണുത്ത ഇതും ആ വേർപ്പ് എടുക്കാൻ ആ തോർത്ത് എപ്പോഴും ഹെൽപ്പ് ചെയ്യും. ഇതുപോലെ സുഖമായിട്ടുള്ള സെറ്റ് സാരിയോ അല്ലെങ്കിൽ സെറ്റ് മുണ്ടോ കൊടുക്കുന്ന അവർക്ക് അതിൻ്റെ കംഫർട്ട് അറിയാം, നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ്. ശ്രീലങ്കയിൽ പോയപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഡ്രസ്സ് സാരവും കുഞ്ഞുങ്ങൾ ഓസരിയും അത് ഉടുത്തു നോക്കി, ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഹായ്, ഇത് കൊള്ളാലോ എന്നാണ് കുഞ്ഞുമോക്ക് തോന്നിയത്. ഇപ്പോൾ കിമോണോ ജാപ്പനീസ് ഒരു സ്റ്റൈൽ, ഓരോ വസ്ത്രത്തിനും അതിൻ്റെതായിട്ട് ഭംഗിയുണ്ട്. അങ്ങനെയാണ് മോഡലിങ്ങിൻ്റെ ആ ഒരു താല്പര്യം അപ്പോഴത്തൊട്ട് തന്നെ ഇപ്പോഴും എനിക്ക് താല്പര്യമുള്ളത് അതുകൊണ്ടാണ്. കാരണം ആ ഡ്രസ്സസ് ഇല്ല, വളരെ റെയറാണ്. ഇപ്പോൾ ഇടയ്ക്ക് 1-2 പരസ്യത്തിന് വിളിച്ചാൽ അവിടെയൊക്കെ സാമിയാരായിട്ട് വിളിക്കുള്ളൂ, താടിയുള്ള കാരണം സാമിയാരായിട്ട് വിളിക്കുള്ളൂ. അപ്പോൾ ഓക്കെ ഫൈൻ. അപ്പോൾ അങ്ങനെയാണ് മോഡലിംഗ്. റോൾ മോഡൽ എന്ന് പറയുന്നത് ഇറ്റ് കെയിം ബൈ ചാൻസ്. നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്തത് ശരിയാണെന്ന് വിശ്വസിച്ച് ആ വിശ്വാസത്തിൽ 2 പേർക്ക് ജീവിതം കിട്ടിയത് ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങളടുത്ത് വന്ന് പറഞ്ഞു. അല്ല, ആ ഒരു ധൈര്യം പലർക്കും ഇല്ലാത്ത ആ ഒരു ധൈര്യം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ റോൾ മോഡൽ എന്ന് പറഞ്ഞത്. ഐ വുഡ് സേ അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. കുഞ്ഞുമോളോട് സംസാരിച്ച് കല്യാണം ഒക്കെയാണ് എന്ന് ഞങ്ങൾ തമ്മിൽ തീരുമാനിച്ച അടുത്ത ദിവസം കുഞ്ഞുമോളെ വീട്ടിലേക്ക് വിളിച്ച് അമ്മയടുത്ത് പറഞ്ഞു, അമ്മ ഇതാണ് പെണ്ണ്, ഞാൻ കല്യാണം കഴിച്ച് ജീവിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ്. അമ്മ 2 കൈ നീട്ടി സ്വീകരിച്ച് അന്ന് ഉച്ചയ്ക്ക് വേദിക്കാൻ ക്ഷേത്രത്തിൽ വെച്ച് ഒരു സാരി കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങളുടെ മകളാണ്. അച്ഛനും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ നമുക്ക് അച്ഛനും മക്കളും ഇടയിൽ സംസാരിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ദെൻ വാട്ട്സ് എ പ്രോബ്ലം. നമുക്ക് പിന്നെ തിരിച്ച് ദുബായ് ഒരു 14 വർഷം അല്ലേ, 14 വർഷം RJ ആയിരുന്നു. അത് മലയാളം, തമിഴ്, ഹിന്ദി 3 ഭാഷകളിലായിട്ടുള്ള FM-കളിൽ വർക്ക് ചെയ്തു. അതിൽ തമിഴിൽ ഇന്റർവ്യൂസ് ധാരാളം ചെയ്തു. അതുകൂടാതെ തന്നെ പ്രോഗ്രാം ഹെഡുമായിരുന്നു. എല്ലാ ചാനലിലും ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്. അല്ല, പ്രോഗ്രാം ഹെഡ് കൂടിയായിരുന്നില്ല തമിഴ്. നിരവധി പ്രശസ്തരായിട്ടുള്ള ആളുകളെ ഇന്റർവ്യൂ ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ടല്ലോ അല്ലേ. അപ്പം അത് ആരൊക്കെയാണ് പ്രശസ്തരായിട്ടുള്ളവർ വെച്ചാൽ നമുക്ക് ഭാരതീയർ മാത്രമല്ല പുറത്തുള്ള ധാരാളം അല്ലേ. മെനസിർ ഭുട്ടോ. എനിക്ക് വലിയ ആഗ്രഹമുള്ളത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു അവാർഡ് കിട്ടിക്കഴിയുമ്പോൾ കുഞ്ഞുമോളെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം എനിക്കറിയാം ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ അറിയാം, എനിക്ക് കൂടുതൽ അറിയണം എന്നൊരാഗ്രഹമാണ് ഇൻ്റർവ്യൂ തമ്മിലുള്ള കാഴ്ച. അപ്പോൾ ഈ കൂടിക്കാഴ്ചയാണ് നമ്മൾ ഇൻ്റർവ്യൂ. അപ്പോൾ അതിൽ പ്രശസ്തരായവരെന്ന് പറയുമ്പോൾ എനിക്കൊരിക്കലും മറക്കാനാവാത്ത ആൾക്കാരുടെ ലിസ്റ്റിൽ തീർച്ചയായിട്ടും മൊഹത്തർമ ബെനസീർ ഭുട്ടോ, പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന അവർ, ജെഫ്രി ആർച്ചർ പോലത്തെ റൈറ്റർ, ജെഫ് ഡീവർ പോലത്തെ റൈറ്റർ, അനുപം ഖേർ പോലത്തെ ആക്ടർ, പിന്നെ രാകേഷ് ഓം പ്രകാശ് മെഹ്റെ പോലത്തെ ഡയറക്ടർ, അഭിഷേക് ബച്ചൻ പോലത്തെ ആക്ടേഴ്സ്,
അതുകൂടാതെ ഇപ്പം നമ്മൾ വളരെ സാധാരണഗതിയിൽ നിന്നും വളർന്നു വന്ന് ഒരു കാല് പോയിട്ട് ഡാൻസറായ കുട്ടീൻ്റെ ജീവിതത്തിൽ അത് സിനിമയാവുകയും ചെയ്തു. അതിനുശേഷം കുട്ടി മരിക്കുകയും ചെയ്തു. തമിഴിൽ ഇപ്പം നാസർ സാറിന് ഇൻ്റർവ്യൂ ചെയ്യാൻ പോയ സമയവും ആക്ടർ നാസർ സാർ, പിന്നെ കൂടെ ഞങ്ങൾ രാമവണത്തിൽ വർക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരിതുണ്ട്, സാർ ഞാൻ അன்னைக்கு நான் உங்கள் வீட்டுக்கு வந்திருந்தேன், அன்னைக்கு இன்டர்வியூ பண்ண, ഓ അപ്പടിയാ, ആ ഓപ്പണിങ്, ആ ലൈൻ നമുക്ക് സുഖമാണ്. അപ്പൊ അങ്ങനത്തെ ആക്ടേഴ്സ് ദുബൈയിൽ വെച്ച് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ. അപ്പൊ ആ ഒരു പരിചയം പുതുക്കാൻ സാധിച്ചു. പിന്നെ ജിബുമയുടെ ശിവശങ്കരി എന്നാണ് എഴുതുന്നത്. അപ്പോൾ ശിവശങ്കരി മാമിനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവരുടെ ഒരു പുസ്തകമുണ്ട്, ശ്യാമ ഉള്ളേ ഇരിക്കുകയാണ്. അവരുടെ വീട്ടിലെ നായ്ക്കുട്ടിയുടെ പേരാണ് ശ്യാമ, ഒരു അൽസേഷൻ. 6th ജനറേഷൻ ശ്യാമയാണ് ഇപ്പോൾ ഉള്ളത്, അതായത് 6ാമത്തെ ശ്യാമയാണ്, 6ാമത്തെ ജർമ്മൻ ഷെപ്പേർഡാണ് വീട്ടിലുള്ളത്. പക്ഷെ വീട്ടിന്റെ ബാധക്ക് നായുണ്ട് സൂക്ഷിക്കാന്നല്ല, ശ്യാമ ഉള്ളേ ഇരിക്കുക, ശ്യാമയുണ്ട് സൂക്ഷിക്കുക എന്നുള്ള. സോ ആ ഒരു ഇത് ഓരോ ഇന്റർവ്യൂവും എനിക്ക് ലെസൺ ആയിരുന്നു. അത് കുഞ്ഞുകുടി വൈദ്യനാഥൻ സാർ, ഡോക്ടർ പത്മ സുബ്രഹ്മണ്യമായാലും ശരി, APJ എൻ്റെ കൂടെ ഷോ ചെയ്താലും ശരി, അതെ. അപ്പോൾ ഓരോ ഇന്റർവ്യൂ, ഓരോ ഇവൻറ്റ് വാസ് എ ഗ്രേറ്റ് ലെസൺ ഫോർ മീ. എനിക്ക് ഇപ്പോഴും ലെസൺസ് കംപ്ലീറ്റ് ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോൾ വേറൊരു ചാനൽ, ഒരു പ്രൈവറ്റ് ചാനലിന് വേണ്ടിയിട്ട് ഞാൻ GCC മുഴുവനും യാത്ര ചെയ്ത് അവിടുത്തെ ലോക്കൽ ആൾക്കാരായിട്ട് ഇൻ്റർവ്യൂസ് ചെയ്തിരുന്നു. അപ്പം അങ്ങനെ സാധാരണക്കാരുമായിട്ട് സംസാരിക്കുമ്പം അവരുടെ ജീവിതത്തിൻ്റെ ഒരു ടേസ്റ്റ്, അതൊരു ലെസൺ ആയിരുന്നു. അപ്പം അങ്ങനെ ഇൻ്റർവ്യൂസ് ടോട്ട് മീ എ ലോട്ട്. 700ഓളം ഇൻ്റർവ്യൂസും ഈ TV-യിലുള്ള ഓൾമോസ്റ്റ് 100 എപ്പിസോഡും ഹാസ് ഷേപ്ഡ് വാട്ട് എവർ ഐ ആം. ഇന്ന് ഞാൻ എന്താണോ അതിന് ഒരു പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ചെവിയും കണ്ണും തുറന്നു വെക്കാൻ പഠിപ്പിച്ച അന്ന് തുടങ്ങി ഈ ഇൻ്റർവ്യൂസിലൂടെ ഞാൻ പഠിച്ചതും എൻ്റെ ജീവിതം എനിക്ക് തന്ന തിക്താനുഭവങ്ങളും നല്ല അനുഭവങ്ങളും, ഈ അനുഭവങ്ങളുടെ എല്ലാം ഒരു സം ടോട്ടലാണ്. ഈ സം ടോട്ടലാണ് ഞാൻ. അതുകൊണ്ടാണ് ആദ്യം ചോദിച്ചതിന് പച്ചയായ മനുഷ്യൻ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് പറയുന്നത്. ഞാൻ അത്രയേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇനിയും എത്രയോ പഠിക്കാനുണ്ട്. ഞാൻ വെറും ഒരു പച്ചയായ മനുഷ്യൻ എന്ന് പറയാൻ കാരണം ഇനിയും എന്നെ മോൾഡ് ചെയ്യാൻ സാധിക്കും. സോ ഐ കൻ സ്റ്റിൽ ലേൺ. ഇത് ഈ പറഞ്ഞ ഇന്റർവ്യൂസ് എല്ലാം റേഡിയോസിൽ മാത്രം അല്ലേ? RJ ആയിരുന്ന സമയത്ത് റേഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ടെലിവിഷനിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റേഡിയോ ആൻഡ് ടെലിവിഷൻ ടുഗദർ 700 ഇസ് ജസ്റ്റ് ഒരു റഫ് നമ്പർ. അതിൽ കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ 27,000 കമേഴ്ഷ്യൽസ് എന്ന് പറയുന്നത് 27,000 ഒക്കെ കഴിഞ്ഞിട്ട് എത്രയോ കാലമായി. പ്രോബബ്ലി ഇപ്പോൾ ഇതൊരു 30,000 ക്രോസ് ചെയ്തിട്ടുണ്ടാവും. അതും 6 ഭാഷകളിലായിട്ട് ചെയ്തത്. 6 ഭാഷകളിലായിട്ട്. പിന്നെ ഒരു 15,000-ലധികം റേഡിയോ ഷോസ് ചെയ്തു. 15,000 മണിക്കൂർ ഓൺ എയർ പോയതെന്ന് വെച്ചാൽ എല്ലാ ടൈം ബാൻഡിലും ബൈ ദ ഗ്രേസ് ഓഫ് ദ മീഡിയ അത് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാരണം എല്ലാ ടൈം പീരീഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഏർലി മോർണിംഗ് ഷോ ചെയ്യുന്ന ഒരു റേഡിയോ ജോക്ക് വന്നിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് നിലവിളിക്കരുത്. അപ്പോൾ അയാൾ നല്ലൊരു സുപ്രഭാതം നേരുന്നു എന്ന് തുടങ്ങുന്ന ആ ഒരു സമയം തൊട്ട് ഈ ഗുഡ് മോർണിംഗ് നിലവിളിക്കുന്ന മോർണിംഗ് ഷോ ഉൾപ്പെടെ ഒരു മിഡ് മോർണിംഗ് ഷോയിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സ്ത്രീയോട് ഇന്ന് എന്താ കുക്ക് ചെയ്യണേ എന്ന് ചോദിക്കുന്ന ആ ലെവലിലുള്ളൊരു സംസാരവും, അതിനുശേഷം ഉച്ചയ്ക്ക് ഇടയ്ക്ക് ലഞ്ച് ടൈമിൽ കേൾക്കുന്ന പാട്ടുകളോ റിക്വസ്റ്റ് സോങ്സോ അങ്ങനത്തെയോ, അല്ലെങ്കിൽ ഈവനിങ് ഡ്രൈവ് ടൈം ഷോ അത് റിക്വസ്റ്റ് സോങ്സ്, അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ഒരാൾ ഉറങ്ങുന്ന സമയമോ അല്ലെങ്കിൽ വീക്കെൻഡിലുള്ള ഷോസ് എല്ലാം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ബൈ ദ ഗ്രേസ് ഓഫ് മീഡിയ എന്ന് പറയാൻ കാരണം പല ആൾക്കാർ വരാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വന്നതുകൊണ്ടോ ഒക്കെ ആയിരിക്കാം എനിക്ക് അങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഐ വാസ് നെവർ ബ്രാൻഡഡ് ആസ് എ വൺ ടൈം ബാൻഡ് ജോക്ക്. എല്ലാ ടൈപ്പ് ഓഫ് ഷോസും ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അത് എനിക്ക് ഇപ്പോൾ പഠിപ്പിക്കാൻ എനിക്ക് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്തു. കാരണം എല്ലാം ചെയ്ത് നോക്കിയിട്ടുള്ളത് കൊണ്ട് എനിക്ക് അതിൻ്റെ എറേഴ്സ് മനസ്സിലാവും. പെട്ടെന്ന് തന്നെ നമുക്ക് റേഡിയോ എന്താണെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഹിപ്നോതെറാപ്പിസ്റ്റ് ആണ്, അങ്ങനെ ഒരു രീതിയിൽ ഒരു എന്താ പറയുക, ജനങ്ങൾക്കൊരു സേവനമാണ് ചെയ്യുന്നത്. മറ്റൊരു രീതിയിൽ ലോയറാണ്, നിയമം കൊണ്ടു പൊതുജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നു. ഞാൻ അങ്ങനെ ക്രിമിനൽ സിവിൽ കേസസ് എടുക്കാത്തത് എൻ്റെ ഷെഡ്യൂൾ കൊണ്ട് മാത്രമാണ്. മെയിൻലി ഫാമിലി കേസസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഒരിക്കലും ചേർന്ന് പോകാൻ പറ്റില്ല എന്ന് തീരുമാനിച്ച 2 പേർ അവർക്ക് വഴിപിരിയണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ സഹായം ചെയ്തു കൊടുക്കുന്നു. ഇല്ല, അവർക്ക് ചേരാൻ പറ്റും എന്നൊരു ചെറിയൊരു ഹോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേരാൻ സഹായിക്കുന്നു. അതാണ് മെയിനായിട്ട് ഫാമിലി ലോയർ എന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നത്. പല കേസസും ഡിവോഴ്സിൽ അവസാനിക്കുന്നത് അവർ വേണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിട്ടൊന്നുമല്ല. തെറ്റല്ല, ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഡിവോഴ്സ് ആവുന്നത് അവരിൽ 2 പേരിലുമുള്ള തെറ്റല്ല. സാഹചര്യങ്ങൾ അവർക്ക് ഒത്തുപോകാൻ പറ്റിയില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ ആ സാഹചര്യം ഒത്തു പോകാൻ പറ്റാതെ അതിന്
പ്രശ്നമാക്കി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും ബഹളവും വേണ്ടാത്ത പ്രശ്നങ്ങളും നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കലും വീട്ടുകാരുടെ പ്രശ്നവും പിന്നെ അവസാനം വെട്ട് കുത്ത് ക്രിമിനൽ കേസാവും. ഞാൻ ക്രിമിനൽ കേസ് എടുക്കാറില്ല, അതുകൊണ്ട് ഫാമിലി കേസിൽ തന്നെ ഞാൻ ഡിവോഴ്സ് ആക്കി. അല്ല, അന്തസ്സായിട്ട് വേർപിരിഞ്ഞു പോവുക രണ്ടുപേരും ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഞാൻ ലോ അക്കാഡമിയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, എന്നാണോ ആസ് എൻ അഡ്വക്കേറ്റ് എനിക്കൊരു കേസ് ഇല്ലാതാവുന്നത്, എന്നാണോ ആസ് എ ഹിപ്നോതെറാപ്പിസ്റ്റ് എനിക്കൊരു പേഷ്യൻ്റ് ഇല്ലാതാവുന്നത്, അന്ന് ലോകം നന്നായി എന്ന് പറയാം. കാരണം മനസ്സും നിയമവും രണ്ടും ഓക്കെ ആണ്. ആ ദിവസം വരില്ല എന്നുള്ളത് എനിക്കും അറിയാം, എല്ലാ വക്കീലന്മാർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നത്. അല്ല, നേരത്തെ മ്യൂറൽ പെയിന്റിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ ദേവീദേവന്മാരുടെ ധ്യാന ശ്ലോകത്തിനനുസരിച്ച് മ്യൂറൽ പെയിന്റിങ് വരയ്ക്കും. ഇപ്പോൾ അതിൽ തന്നെ ആത്മീയ വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടല്ലോ. ആത്മീയ വിഷയം എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ റിലിജിയസ് എന്ന് അല്ല. ആത്മീയം എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ച്, ആത്മാവിനെ കുറിച്ച്, എന്നെക്കുറിച്ച്. അപ്പോൾ സ്പിരിച്വാലിറ്റീനെ കുറിച്ച്, റിലിജിയനെ കുറിച്ചല്ല, സ്പിരിച്വാലിറ്റി. സെൽഫ് എന്താണെന്ന് അറിയാം. അപ്പോൾ ഈ സെൽഫ് അവെയർനെസ് എല്ലാ മതങ്ങളിലും ഒരുപോലെയാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കാലങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളതിൻ്റെ തെറ്റായ ഇൻ്റർപ്രിട്ടേഷൻ വരാറുണ്ട്. അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് എക്സാമ്പിൾ, എല്ലാവരും തത്വമസി എന്ന് പറഞ്ഞാൽ അത് നീ ആകുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അതിന് വേറൊരു സ്പ്ലിറ്റും കൂടി ആവാം. സംസ്കൃതം അറിയാവുന്ന എല്ലാ ഗുരുക്കന്മാർക്കും തീർച്ചയായിട്ടും പറയാൻ പറ്റും, തത്വം അസി, ഞാനാണ് എസെൻസ്, ഞാനാണ് തുടക്കം, ഞാനാണ് ബ്രഹ്മം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഐ ആം ദ റൂട്ട് കോസ് ഓഫ് എവറി പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് പ്രോബ്ലം ഇല്ല. എന്നെ കൊണ്ടാണ് പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ അടങ്ങിയാൽ മതി, വേറൊരാൾ നന്നാക്കാൻ പോകണ്ട. ഐ ഡോണ്ട് നീഡ് ടു പോലീസ് ഇറ്റ് അറൗണ്ട്, അല്ലേ? അപ്പം ഞാൻ നന്നായി കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഞാനാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ സമയമെടുക്കും, ചിലപ്പോൾ വലിയ വിഷമമായിരിക്കും, അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. 2026 വർഷത്തിലുള്ള പ്രതീക്ഷകൾ അല്ലെങ്കിൽ മറ്റുള്ളവരോട് എന്താണ് പങ്കുവയ്ക്കാനുള്ളത്? മറ്റുള്ളവരോട് പങ്കുവയ്ക്കാനുള്ളതിനേക്കാളും കൂടുതൽ 2026 ഓരോ ദിവസവും എനിക്കും കുഞ്ഞുമോക്കും എൻ്റെ മക്കൾക്കും സന്തോഷം ഉണ്ടാവണം എന്നൊരു പ്രാർത്ഥനയുണ്ട്. തീർച്ചയായും അത് എന്നെ കൊണ്ട് ചെയ്യാനുള്ളൊരു ശ്രമമുണ്ട്. ആ ശ്രമം സാധിച്ചു കഴിഞ്ഞാൽ 2026 ഗംഭീരമായിട്ടുള്ളൊരു വർഷമാണ്. പിന്നെ കുഞ്ഞുമോളും ഞാനും തെലുങ്ക് വർക്ക് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയും കൂടി ഉണ്ട്. അതിൻ്റെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. തമിഴ് മൂവി റിലീസ് ആവുകയാണ്. പിന്നെ ഒരു മൂവി പറഞ്ഞു വെച്ചിട്ടുണ്ട് തമിഴിൽ തന്നെ, അത് ഫെബ്രുവരിയിൽ തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതൊക്കെയാണ് പുതിയ പ്രോജക്ട്സ്. അപ്പോൾ ഇനി രണ്ടുപേരും ചേർന്ന് ഒരു പാട്ട് പാടണം. പഠിക്കും. ഓക്കെ. മുംതാസ് റാഷിദ് എന്ന് പറഞ്ഞ എനിക്ക് ഷായറിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഷായറാണ് മുംതാസ് റാഷിദ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഷെയർ ഗസലായിട്ട് ഹരിജി അവതരിപ്പിച്ചു. അതാണ് ഇന്ന് ഐ എം ട്രൈങ് ടു സിംഗ്. शहर दर शहर लिए फिरता हूँ तन्हाई को, शहर दर शहर लिए फिरता हूँ तन्हाई को, और क्या नाम दूँ मैं तेरी शनासाई को, शहर दर शहर लिए फिरता हूँ तन्हाई को, सगमधा धनि धल मगमनि धल मगम पगम रे गम पमग रे सनि गम धनि सा, जिस तरफ जाइए है खोखले लफ्जों का हुजूम, जिस तरफ जाइए है खोखले लफ्जों का हुजूम, कौन समझे यहाँ आवाज की गहराई को, कौन समझे यहाँ आवाज की गहराई को, शहर दर शहर लिए फिरता हूँ तन्हाई